വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് വിത്തല. ഇനി തിയറി ഓഫ് അബണ്ടൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളൊക്കെ ആലോചിക്കുകയാണ് നമ്മളുടെ ഒരു വീടിനെ പറ്റി കുറച്ചുകൂടെ വലുതായിട്ടൊരു വീടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും തെറ്റല്ല അങ്ങനത്തെ ഒരു വിചാരം. അതൊരിക്കലും ഒരു ഗ്രീഡ് ആവുന്നില്ല, ഒരു ആർത്തി ആവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു ആഗ്രഹമാണ് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള, കുറച്ചും കൂടെ നല്ല ഇൻറ്റീരിയറൊക്കെ ഉള്ള ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് പെട്ടെന്ന് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിലും കഷ്ടതയിൽ കഴിയുന്ന ആൾക്കാരില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങോട്ടേക്ക് ചാടി? സ്കേഴ്സിറ്റിയിലേക്ക് ചാടി, ആ ദാരിദ്ര്യത്തിലേക്ക് ചാടി. പിന്നെ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനോ പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ തിങ്ക് അബൌട്ട് ദ അബൻഡൻസ് ആൻഡ് ഡോണ്ട് ഗോ ഫോർ സ്കേഴ്സിറ്റി എന്നുള്ളതാണ്. നമുക്ക് ഒരു നാളെയിലേക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇപ്പോൾ പണം സമ്പാദിക്കുക എന്നുള്ളത്, പണം ഉണ്ടാകുക എന്നുള്ളത് നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എനർജി തരുന്നൊരു സംഗതിയും കൂടെയാണ്. കാരണം അതുണ്ടാകുന്ന വഴി നമുക്കൊരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 20 രൂപ നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാം. അതുവഴി നമുക്ക് കിട്ടുന്ന ഒരു കണ്ടൻമെൻറ്റും ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു പോസിറ്റീവ് എനർജിയും വേറെ ഉണ്ട്. അതേസമയം ഓരോരുത്തരും സ്കേഴ്സിറ്റിയെ പറ്റി ആലോചിച്ച് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയാൽ നമ്മുടെ അവസ്ഥ എന്താകും? അപ്പോൾ നമ്മൾ ജനിക്കുന്നത് ഒരു പാവപ്പെട്ടവനാണെന്ന് വിചാരിച്ച് നമ്മൾ മരിക്കുമ്പോഴും അങ്ങനെ ആകണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നുള്ളതാണ്. കാരണം പണം എന്നുള്ള മാധ്യമത്തിൽ കൂടി നമുക്ക് ചെയ്യാനായി ഈ ലോകത്ത് പല സംഗതികളുമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊക്കെ ഗോഡ് ഹാഡ് ബ്ലസ്ഡ് അസ് വിത്ത് ദിസ് ഐസ്, ഇയേഴ്സ്, എവറിത്തിങ്. ഇതൊന്നും ബ്ലെസ്സിങ് ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളിതെല്ലാം ഉപയോഗിച്ചിട്ട് വിവേകത്തോടെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്ന പണം എന്ന മാധ്യമത്തിലൂടെ നമുക്ക് ഇവരെയൊക്കെ സഹായിക്കാം. അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? അതേസമയം നമ്മുടെ കയ്യിലൊന്നുമില്ലാത്തൊരവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കാര്യത്തിന് പോലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയല്ല. കാലും കൈയും ഇല്ലാത്തവരാണ് ഓടി നടന്ന് മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ നടത്തിയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായ നമ്മൾ ഈ സ്കേഴ്സിറ്റിയെ പറ്റി നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് ചിന്തിപ്പിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഓൾവേസ് തിങ്ക് അബൌട്ട് ഹാവിങ് സംതിങ് ഗുഡ്, ഹാവിങ് സംതിങ് ബെറ്റർ, ഹാവിങ് സംതിങ് ബെസ്റ്റ് ഇൻ ദ വേൾഡ്. സോ വി ക്യാൻ കോൺട്രിബ്യൂട്ട് ഇറ്റ്, വി ക്യാൻ ഗോ ഫോർ ദ സർവീസ് ഓഫ് അതേഴ്സ് ഓൾസോ. അപ്പോൾ തിങ്ക് അബൌട്ട് ദ അബണ്ടൻസ്. വെറുതെ ഇരുന്ന് സ്വപ്നം കണ്ടോ? പണ്ടൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞ് എന്താ സ്വപ്നം കാണുകയാണോ? സ്വപ്നം കാണുക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. കാരണം അങ്ങനെ സ്വപ്നം കണ്ടവർ മാത്രമാണ് ഇന്ന് അവരുടെ ആ ഒരു നമ്മൾ പറയും എല്ലാ മനുഷ്യൻ്റെ മനസ്സിലാണ് ആദ്യം ക്രിയേറ്റഡ് ആയതെന്നും. നമ്മുടെ അയോധ്യ ആവട്ടെ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ വലിയ വലിയ സങ്കല്പങ്ങളൊക്കെ, സൃഷ്ടികളൊക്കെ നമ്മുടെ മൈൻഡിലാണ് ആദ്യം ക്രിയേറ്റഡ് ആയത്. അപ്പോൾ ആ സ്വപ്നമില്ലെങ്കിൽ, നമുക്ക് ആ ചിന്തയില്ലെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേറെ ഡെവലപ്മെൻറ്റ്സും ടെക്നോളജീസും ഒക്കെ ആദ്യം സംഭവിച്ചത് സ്വപ്നമായിട്ടാണ്. അപ്പോൾ സ്വപ്നത്തിനെ ഒരിക്കലും ഒരു ചെറിയ സംഗതിയായിട്ട് കാണരുത്. സ്വപ്നം കാണുക, തീവ്രമായ രീതിയിൽ സ്വപ്നം കാണുക. ഞാൻ ഒരു 5 വർഷം കഴിയുമ്പോൾ ഐ വിൽ ബി ഇൻ ദിസ് സ്റ്റാറ്റസ്, ഐ വിൽ ബി ഹാവിങ് ദിസ് മച്ച് മണി, ഐ വിൽ ബി ഹാവിങ് ദിസ് relationship, this healthy relationship with my parents, with my spouse, with my children, everyone സറൗണ്ടിങ് മീ എന്നൊക്കെയുള്ള സ്വപ്നം തീവ്രമായി കാണുമ്പോൾ അത് തന്നെ ഒരു മാഗ്നറ്റിക് വൈബ്രേഷനോട് കൂടിയിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വന്ന് അത് യാഥാർത്ഥ്യമാകും എന്നുള്ളത് ഇപ്പോൾ തെളിയിക്കുന്ന കാലഘട്ടമാണ് അല്ലേ? നമ്മൾ എന്താ പറയുക, ജിം ക്യാരി എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ഹോളിവുഡ് നടനൊക്കെ ഓൾവേസ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പവർ ഓഫ് വേർഡ്സ്, പവർ ഓഫ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നതിന് നമ്മൾ പേരിട്ടതാണ് ദൈവം എന്നുള്ളത് അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഗെയിൻ വി ആർ ഫീഡിങ് ദ സെയിം ടു അവർ സബ് കോൺഷ്യസിലേക്ക് നമ്മൾ തന്നെ അതിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ചിന്തകൾ അതിൻ്റെ എനർജിയോട് കൂടിയിട്ട് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. ഡോണ്ട് ടോക്ക് അബൌട്ട് ദ നെഗറ്റീവ്സ് ഇങ്ങനെ പറയാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വിൽ ഹാവിങ് എ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ അവർ ബ്രെയിൻ. അപ്പോൾ അതിനെപ്പറ്റി ലോകത്ത് പലതും നടന്നോട്ടെ, അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതെല്ലാം നമ്മുടെ തലയിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ തല കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു അവസ്ഥ വരും. അപ്പോൾ തിങ്ക് അബൌട്ട് സംതിങ് ഗുഡ്, തിങ്ക് അബൌട്ട് സംതിങ് പോസിറ്റീവ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ ഡെഫിനിറ്റ്. താങ്ക് യു സോ മച്ച്.